നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങളെല്ലാം അല്പനേരത്തേക്ക് മാറ്റിവെച്ച് ഒന്ന് ശാന്തമാകുക. ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള വേദനകൾക്കും ഉള്ളിലെപ്പോഴും നീറുന്ന ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ നിമിഷം നിങ്ങളെ തേടിയെത്തുന്നത്. ഒരു ദിവസം എത്ര തവണയാണ് മറ്റുള്ളവരുടെ സന്ദേശങ്ങൾക്കും കോളുകൾക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത്? സ്വന്തം ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും മാറ്റിവെച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി മാത്രം ജീവിക്കുന്നത് എത്ര തവണയാണ്? ഫോണിലേക്കൊരു സന്ദേശം വരുമ്പോഴോ ആരെങ്കിലും സഹായത്തിനായി വിളിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ഉണരുന്നതെന്താണ്? ഇപ്പോൾ അതിന് സമയമുണ്ടോ, അല്ലെങ്കിൽ എന്റെ മനസ്സ് അതിന് പാകമാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ മറ്റുള്ളവർക്ക് വിഷമം തോന്നാതിരിക്കാൻ സ്വന്തം ജോലികൾ മാറ്റിവെച്ച് സമാധാനം കളഞ്ഞ് നിങ്ങൾ അവരിലേക്ക് പായാറുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരമൊരു ജീവിത രീതിയാണ് പിന്തുടരുന്നത്. എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിരിക്കുക, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ പങ്കാളികളാകുക, ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതിരിക്കുക. ഇതാണ് നല്ല ശീലമെന്ന് സമൂഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുന്നതും കരുണ കാണിക്കുന്നതും തീർച്ചയായും ഉത്തമമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾ മറന്നുപോകുന്നു. ആ ലഭ്യതയും നല്ല മനസ്സും പതുക്കെ മറ്റുള്ളവരുടെ അവകാശമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ നല്ല മനുഷ്യനായി കാണും. എപ്പോൾ വിളിച്ചാലും ലഭിക്കും, എന്ത് സഹായവും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ പുകഴ്ത്തും. ആ പ്രശംസകൾ കേൾക്കുമ്പോൾ നിങ്ങളെ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് തോന്നും. എന്നാൽ കാലം കടന്നുപോകുമ്പോൾ ഈ പ്രശംസകൾ പതുക്കെ പ്രതീക്ഷകളായി മാറും. പിന്നീട് അതൊരു വലിയ ബാധ്യതയായിത്തീരും. നിങ്ങൾ എപ്പോഴും അവിടെയുണ്ടാകും എന്നത് ഒരു സ്വാഭാവിക കാര്യമായി അവർ കണക്കാക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്നും നിങ്ങൾക്കും സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം എന്നും അവർ തിരിച്ചറിയാതെയാകും. കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വേദനകൾ പുറത്തു കാണിക്കാറില്ല. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ എപ്പോഴും സമയം കണ്ടെത്തുന്ന നിങ്ങൾ സ്വന്തം കണ്ണീർ തുടയ്ക്കാൻ മറന്നുപോകുന്നതെങ്ങനെയാണ്? ഈ ശീലം നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഭാരം വളരെ വലുതാണ്. പുറമേ നോക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാനും എല്ലാവരെയും സഹായിക്കുന്നവനുമായിരിക്കാം. എന്നാൽ രാത്രികളിൽ തനിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടാറില്ലേ? ആർക്കു വേണ്ടിയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യം മനസ്സിൽ ഉയരാറില്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുമ്പോൾ സ്വന്തം ജീവിതം വഴിമുട്ടി നിൽക്കുന്നതായി തോന്നാറില്ലേ? സ്വന്തം മനസ്സിനോട് സംസാരിക്കാനും സ്വന്തം താൽപ്പര്യങ്ങൾ തിരിച്ചറിയാനും എത്ര സമയമാണ് നിങ്ങൾ നീക്കിവെക്കുന്നത്? ഒരുപക്ഷെ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു നിമിഷം പോലും ചെലവഴിച്ചിട്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ സമയത്തിനും ജീവിതത്തിനും വലിയ വിലയുണ്ടെന്ന് ആദ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഈ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തീർക്കാൻ മാത്രമുള്ളതല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായ വ്യക്തിയായി മാറിപ്പോകുന്നത്? ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഇതിനൊരു കാരണമുണ്ട്. കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളാണ് നമ്മളെ ഇങ്ങനെയാക്കി മാറ്റുന്നത്. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവരെ അനുസരിക്കുമ്പോഴും മാത്രമാണ് സ്നേഹിക്കപ്പെട്ടിരുന്നത് എന്ന് കരുതിപ്പോയിട്ടുണ്ടാകും. ശാന്തമായിരിക്കാനും എല്ലാവരുടെയും നല്ല അഭിപ്രായം നേടാനും സ്വന്തം ചെറിയ ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ച ആ പഴയ നാളുകൾ ഓർത്തുനോക്കൂ. വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ മുന്നിൽ നല്ല വ്യക്തിയാകാൻ ആഗ്രഹങ്ങളെ നിങ്ങൾ എത്ര തവണയാണ് കുഴിച്ചുമൂടിയത്? ആ ശീലമാണ് വളർന്നു വലുതായപ്പോഴും നിങ്ങളെ നയിക്കുന്നത്. മറ്റുള്ളവരെ സന്തുഷ്ടരാക്കിയാൽ മാത്രമേ സ്നേഹവും ബഹുമാനവും ലഭിക്കൂ എന്ന തെറ്റായ ധാരണ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറച്ചുപോയിരിക്കുന്നു. ബുദ്ധമത ചിന്തകളിൽ ഇതിനെ ഒരു നിർമ്മിത വ്യക്തിത്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള നമ്മളല്ല അത്. ലോകം നമ്മളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മൾ സ്വയം ഒരു മുഖംമൂടി അണിയുന്നു. എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ആർക്കും ഒരു ദോഷവും വരുത്താതിരിക്കുക. ഉള്ളിൽ എത്ര വലിയ വേദനയുണ്ടെങ്കിലും പുറത്ത് എപ്പോഴും പുഞ്ചിരിച്ചു കാണിക്കുക. ഇതൊരു വലിയ അഭിനയമാണ്. ഈ അഭിനയം നിങ്ങളുടെ ഊർജത്തെ പൂർണ്ണമായും ചോർത്തിക്കളയുന്നു. ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടാകും. ഒരു സഹായം ചെയ്യാതിരുന്നാൽ അവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും? ഒരു ഫോൺ കോൾ എടുക്കാതിരുന്നാൽ അവർക്ക് എന്നോട് ദേഷ്യം തോന്നുമോ? ആളുകൾക്ക് എന്നെ ആവശ്യമില്ലാതെ വരുമ്പോൾ എന്റെ വില ഇല്ലാതാകുമോ? ഈ ചിന്തകളാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത്. ബുദ്ധന്റെ ചിന്തകൾ ആഴത്തിൽ പഠിച്ച സന്യാസിമാർ ഒരു വലിയ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായി ജീവിക്കുന്ന എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുന്ന പലരും സ്വന്തം വില പൂർണ്ണമായി മനസ്സിലാക്കാത്തവരാണ്.
നമ്മൾ ഉള്ളിലൊരു ഭയമുള്ളതുകൊണ്ടാണ് എപ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ ഓടിയെത്തുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും വലിയ വിലയുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നതിലല്ല നമ്മുടെ യഥാർത്ഥ മൂല്യം അടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആരെയും സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അവിഭാജ്യമായ ഒരു ഭാഗമാണ്. സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ അർഹതയുണ്ട്. ഈ സത്യം മനസ്സിലാക്കുന്ന നിമിഷം ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി മാറും. ഇവിടെയാണ് ജീവിതത്തിൽ തിരിച്ചു നടത്തം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ബന്ധങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരതയല്ല, മറ്റുള്ളവരെ അകറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു കോട്ടയുമല്ല, മറിച്ച് സ്വന്തം മനസ്സിനുള്ളിലെ സമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തതയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ പൂർണ്ണ മനസ്സോടെയാണോ സഹായിക്കുന്നത്, അതോ മനസ്സിന് ഒട്ടും താല്പര്യമില്ലാതെ മടുപ്പോടെയാണോ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പ്രധാനമാണ്. നമ്മുടെ ജീവിതം ശ്വാസമെടുക്കുന്നത് പോലെയാണ്. ശ്വാസം പുറത്തേക്ക് വിടുകയും വേണം, ഒപ്പം ഉള്ളിലേക്ക് എടുക്കുകയും വേണം. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ സമയവും സ്നേഹവും നൽകുമ്പോൾ തന്നെ സ്വന്തം മനസ്സിനെ വീണ്ടെടുക്കാനും ഊർജം സംഭരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. എപ്പോഴും പുറത്തേക്ക് മാത്രം ശ്വാസം വിട്ടാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. മനസ്സിന്റെ കാര്യവും ഇതുപോലെയാണ്. നമ്മുടെ കേരളത്തിലെ സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, ജോലിയുടെ സമ്മർദ്ദം, സാമ്പത്തിക പ്രയാസങ്ങൾ, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകൾ, ഇതിനിടയിലെല്ലാം പെട്ട് സ്വന്തം മനസ്സിനെ നമ്മൾ പൂർണ്ണമായും മറന്നുപോകുന്നു. ആരെങ്കിലും ഒരു പ്രശ്നവുമായി മുന്നിലെത്തിയാൽ നമ്മൾ സ്വന്തം സങ്കടങ്ങൾ മറന്ന് അവരുടെ കൂടെ നിൽക്കും. ഒരു സന്ദേശം വന്നാൽ ഉടനെ മറുപടി നൽകണം എന്ന് വിചാരിച്ച് ഫോണിലേക്ക് നോക്കിയിരിക്കും. ഈ ശീലം പതുക്കെ മാറ്റിയെടുക്കണം. നിങ്ങളോടൊരാൾ സഹായം ചോദിക്കുമ്പോൾ അത് ചെയ്തു നൽകാൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. ഒട്ടും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ, മനസ്സ് അത്രമേൽ തളർന്നിരിക്കുകയാണെങ്കിൽ സ്നേഹപൂർവം അത് പിന്നീട് ചെയ്യാം എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളിങ്ങനെ മാറിത്തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർ അത്ഭുതപ്പെടാം. ചിലപ്പോൾ നിങ്ങളെ സ്വാർത്ഥനെന്ന് വിളിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങളോട് ദേഷ്യപ്പെടാം. കാരണം നിങ്ങൾ എപ്പോഴും അവർക്ക് ലഭ്യമായിരുന്നു. അവർ വിളിക്കുമ്പോൾ ഉടനെത്തുന്ന ആ പഴയ വ്യക്തിയല്ല ഇപ്പോൾ മുന്നിലുള്ളത് എന്ന് കാണുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ നിരാശ തോന്നാം. അവരുടെ ആ പ്രതികരണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നതിന്റെ തെളിവല്ല, മറിച്ച് നിങ്ങളുടെ പഴയ ശീലം അവരുടെ ഉള്ളിൽ അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു പ്രതീക്ഷയുണ്ടാക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ അലിഞ്ഞ് ഇല്ലാതാകലല്ല, സ്വന്തം വ്യക്തിത്വവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം. നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ പരിമിതികളെയും മനസ്സിലാക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കുടുംബത്തിലെ എല്ലാ ഭാരവും ചുമലിലേറ്റി സ്വന്തം ജീവിതം തന്നെ മറന്ന് സഞ്ചരിക്കുന്ന ചില മനുഷ്യരുണ്ടാകും. ഒടുവിൽ അവർക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒന്ന് തളരുമ്പോൾ, കൂടെയുണ്ടായിരുന്നവർ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അന്നാണ് അവർക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രയൊക്കെ ചെയ്താലും നമ്മളൊന്ന് മാറി നിന്നാൽ അവർക്ക് നമ്മളോടുള്ള മനോഭാവം മാറുമെന്ന് അവർ അന്നേരം തിരിച്ചറിയുന്നു. എല്ലാവർക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ആ ശീലം നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ മനസ്സിനുള്ളിലേക്കൊരു വലിയ ശാന്തത തിരികെ വരും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തുള്ള കാര്യങ്ങളിലായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ചു വെറുതെ സമയം കളയുമ്പോഴും നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോവുകയാണ്. ബുദ്ധന്റെ ചിന്തകൾ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചാണ്. ഉള്ളിൽ സമാധാനമില്ലാത്ത ഒരു മനസ്സിന് പുറത്തുള്ള ലോകത്തെ വ്യക്തമായി കാണാൻ കഴിയില്ല. നിശബ്ദതയില്ലാത്ത ഒരു ഹൃദയത്തിന് മറ്റൊന്നിനെയും ആഴത്തിൽ സ്നേഹിക്കാൻ സാധിക്കുകയുമില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ട് മനസ്സ് അസ്വസ്ഥമാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ പൂർണ്ണമായും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. എത്രയോ രാത്രികളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ കണ്ണീർ വാർത്തിട്ടുണ്ടാകാം. സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സമയം കണ്ടെത്താതെ മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്? ഒടുവിൽ നിങ്ങളുടെ മനസ്സ് ഒരു വലിയ യുദ്ധക്കളമായി മാറുകയല്ലേ ചെയ്തത്? ഈ അവസ്ഥയിൽ നിന്നും സ്വയം മാറേണ്ട സമയം വൈകിയിരിക്കുന്നു. തുടക്കത്തിൽ എല്ലാവർക്കും ലഭ്യമാകാതിരിക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ വിങ്ങൽ തോന്നാം. ഫോൺ എടുത്തു നോക്കാനും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണോ എന്ന് അന്വേഷിക്കാനും മനസ്സ് വെമ്പാം. അത് മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടല്ല,
മറിച്ച് ഒറ്റയ്ക്ക് സ്വന്തം മനസ്സിനെ അഭിമുഖീകരിക്കാനുള്ള പേടി കൊണ്ടാണ്. ആ നിശബ്ദതയിൽ കുറച്ച് സമയം ഇരിക്കാൻ ശീലിക്കുക. ആ സമയത്ത് മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ വെറുതെ നോക്കിക്കാണുക. പതുക്കെ പതുക്കെ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങും. മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യമെന്നും എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്നും നിങ്ങൾ ഓർക്കാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനായി മാറും. മറ്റൊരാളുടെ സാന്നിധ്യമില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. സമാധാനം എന്നത് പുറത്തുനിന്നും വാങ്ങാൻ കിട്ടുന്ന ഒന്നാണെന്നാണ് നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ സമാധാനം എന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒന്നാണെന്നും അതിനെ പുറത്തുപോയി തിരയേണ്ടതില്ലെന്നും ബുദ്ധൻ അരുളിയതാര്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ തന്നെ മനസ്സുവെക്കണം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സ് തകർക്കാൻ നിങ്ങൾ അനുവാദം നൽകരുത്. ഈ ഏകാന്തത എന്ന് പറയുന്നത് ഒറ്റപ്പെടലല്ല. ഒറ്റപ്പെടൽ എന്നാൽ സങ്കടമാണ്, ആരും കൂടെയില്ലെന്ന വേദനയാണ്. എന്നാൽ ഈ ഏകാന്തത എന്നത് നിങ്ങളുടെ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു വിശുദ്ധമായ സമയമാണ്. ഇതിനെ ഏകാന്തതയുടെ സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാം. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അതിന്റെ ഗുണം വേറെ തന്നെയായിരിക്കും. നിങ്ങൾ കടമയോർത്തോ അല്ലെങ്കിൽ പേടികൊണ്ടോ ചെയ്യുന്നതല്ല, അത് മറിച്ച് നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ്. ആളുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു വലിയ സമ്മാനമായി മാറും. എപ്പോഴും കൂടെയുള്ള ആളേക്കാൾ ആവശ്യമുള്ളപ്പോൾ കൃത്യമായി കൂടെ നിൽക്കുന്ന ആളെയാണ് ഈ ലോകം ബഹുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കടയിൽ എപ്പോഴും സുലഭമായി കിട്ടുന്ന സാധനത്തിന് ആളുകൾ വലിയ വില നൽകിക്കാറില്ല. എന്നാൽ എപ്പോഴെങ്കിലും മാത്രം കിട്ടുന്ന വളരെ അപൂർവമായ ഒന്നിന് ആളുകൾ വലിയ വില നൽകും. നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു നിയമം ബാധകമാണ്. നിങ്ങളെപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ വിലയാണ് അവിടെ കുറയുന്നത്. നിങ്ങളുടെ സാന്നിധ്യത്തിനൊരു മൂല്യമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ അദൃശ്യനാകാൻ പഠിക്കണം. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തും. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകാതിരിക്കുമ്പോൾ ചില സൗഹൃദങ്ങൾ കൂടുതൽ ആഴമുള്ളതാകും. എന്നാൽ ചില ബന്ധങ്ങൾ നിങ്ങളുടെ അമിതമായ ഉദാരതയിൽ മാത്രം നിലനിന്നിരുന്നവയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളെ വെറുമൊരു ആവശ്യക്കാരനായി കാണാതെ നിങ്ങളുടെ താൽപ്പര്യങ്ങളെയും ആവശ്യങ്ങളെയും ബഹുമാനിക്കുന്ന ആളുകൾ മാത്രം നിങ്ങളോടൊപ്പം നിൽക്കും. അവിടെ വലിയൊരു ആത്മാർത്ഥതയുണ്ടാകും. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടന്നിട്ടും ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടാറില്ലേ? കാരണം അവർ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് ഒരു സഹായം മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. ആ പരിധികളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ സാധിക്കൂ. കുറച്ചു ബന്ധങ്ങൾ മാത്രമുണ്ടായാലും അത് ആഴമുള്ളതാണെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനം ലഭിക്കും. പലപ്പോഴും നമ്മൾ ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. വലിയൊരു സുഹൃദ്വലയമുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളാണെന്ന് വിചാരിക്കും. എന്നാൽ ആപത്ത് വരുമ്പോൾ അതിൽ എത്ര പേർ കൂടെയുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ നിങ്ങളുടെ ആത്മാർത്ഥതയെയാണോ അതോ നിങ്ങളുടെ എപ്പോഴുമുള്ള ലഭ്യതയെയാണോ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ചിന്തിക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് മുൻപ് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ശാന്തമായി ഇരിക്കുക, ശ്വാസമെടുക്കുക. മനസ്സിനെ ലോകത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് സ്വന്തം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ഇത് മടിയല്ല, നിങ്ങളുടെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പകൽ സമയങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോഴോ നടക്കാൻ പോകുമ്പോഴോ പാചകം ചെയ്യുമ്പോഴോ പൂർണ്ണമായി അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഉള്ളിൽ വെള്ളമുള്ള ഒരു കിണറ്റിൽ നിന്ന് മാത്രമേ മറ്റുള്ളവർക്ക് വെള്ളം കോരി നൽകാൻ കഴിയൂ. ഉള്ളിൽ ഒന്നുമില്ലാതെ വറ്റിപ്പോയാൽ ആർക്കും ഒന്നും നൽകാൻ കഴിയില്ല. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കാത്ത നിങ്ങൾക്കെങ്ങനെയാണ് മറ്റുള്ളവരെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക? നിങ്ങളുടെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ആ സമാധാനം പകരാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഈ മാറ്റങ്ങൾ ആരോടും വിളിച്ചു പറയേണ്ടതില്ല. അതിന് ആരുടെയും അനുവാദവും വാങ്ങേണ്ടതില്ല. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുക. ഒരു സന്ദേശം വന്നാൽ ഉടൻ മറുപടി നൽകാതെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നൽകുക. ഒരു ദിവസം കുറച്ച് സമയം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എപ്പോഴും അതെ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ശീലിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സമാധാനത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതായി മാറും. ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷയല്ല. അത് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. പഴയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല.
അവയെല്ലാം നിങ്ങൾക്ക് ലഭിച്ച വലിയ പാഠങ്ങളാണ്. ആ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ ലോകത്ത് നിങ്ങളെ തളർത്താൻ ഒന്നിനും കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ ശക്തിയെ തിരിച്ചറിയുക. ജീവിതം വീണ്ടും പുതിയൊരു വെളിച്ചത്തോടെ ജീവിച്ചു തുടങ്ങുക. ഈ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വരുത്തുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ചില മാനസിക പ്രയാസങ്ങളെക്കുറിച്ചുകൂടി ആലോചിക്കണം. എപ്പോഴും എല്ലാവർക്കും അതെ എന്ന് മാത്രം മറുപടി നൽകി ശീലിച്ച നിങ്ങൾ പെട്ടെന്നിപ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു കുറ്റബോധം നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. ഞാൻ ചെയ്യുന്നത് സ്വാർത്ഥതയാണോ അല്ലെങ്കിൽ ഞാൻ ക്രൂരനാകുകയാണോ എന്നൊക്കെ മനസ്സ് നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ അവസ്ഥയെ ബുദ്ധൻ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നാം തിരിച്ചറിയണം. സ്വന്തം മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും യഥാർത്ഥത്തിൽ പുണ്യമായി മാറുന്നില്ലെന്നാണ് ബുദ്ധൻ ഉപദേശിച്ചത്. നിങ്ങൾക്ക് ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായം പോലും അസംതൃപ്തിയിൽ നിന്നാണ് ഉണ്ടാവുക. അത് ആത്മാർത്ഥതയല്ല, മറിച്ച് വെറും ഒരു കടമ തീർക്കൽ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എല്ലാവരുടെയും കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ചിലർ ഒടുവിൽ സ്വന്തം കുടുംബത്തെയും ജീവിതത്തെയും ശ്രദ്ധിക്കാതെ വലിയ മാനസിക തകർച്ചയിലോ പ്രതിസന്ധികളിലോ ചെന്നെത്താറുണ്ട്. തങ്ങൾ വലിയ ത്യാഗം ചെയ്യുന്നു എന്നാണ് അവർ കരുതാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഉത്തരവാദിത്തം നിങ്ങളോട് തന്നെയാണ്. നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റാരും നിങ്ങളെ തേടി വരാനില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ആളുകൾ നമ്മളെ നല്ലവനെന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആ താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി നാം നമ്മുടെ ജീവിതം തന്നെ പണയപ്പെടുത്തുന്നു. ബുദ്ധന്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഇവിടെ ഓർക്കുന്നത് നന്നായിരിക്കും. ഒരിക്കൽ ബുദ്ധന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നുവന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും താൽപ്പര്യം കാണിച്ചിരുന്ന, എന്നാൽ സ്വന്തം മനസ്സിൽ ഒട്ടും സമാധാനമില്ലാതിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഭഗവാനെ, ഞാൻ എല്ലാവർക്കും നന്മ മാത്രമാണ് ചെയ്യുന്നത്. ആരെന്തു ചോദിച്ചാലും ഞാൻ സർവസ്വവും നൽകുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ എപ്പോഴും അസ്വസ്ഥതയും സങ്കടവും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിലേക്ക് നോക്കാൻ നിർദ്ദേശിച്ചു. ആ വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇളകുന്ന വെള്ളത്തിൽ നിനക്ക് നിന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ബുദ്ധൻ ചോദിച്ചു. ഇല്ല ഭഗവാനെ, വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി. ബുദ്ധൻ അരുളി, ഇതുപോലെയാണ് നിന്റെ മനസ്സും. നീ എപ്പോഴും പുറത്തുള്ള ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് പിന്നാലെ അലയുകയാണ്. നിന്റെ മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ യഥാർത്ഥ സ്വരൂപം കാണാൻ കഴിയുന്നില്ല. ആദ്യം ഈ മനസ്സിനെ ശാന്തമാക്കുക. അതിനുശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഈ കഥ നിങ്ങളുടെ ജീവിതവുമായി ഒന്ന് ഒത്തുനോക്കൂ. നിങ്ങളുടെ മനസ്സും ഇതുപോലെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ? ആരുടെയൊക്കെയോ ഫോൺ കോളുകൾ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, ജോലിയുടെ സമ്മർദ്ദങ്ങൾ, കുടുംബത്തിലെ തർക്കങ്ങൾ. ഇതിനിടയിൽ എപ്പോഴാണ് നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമായി ഇരുന്നിട്ടുള്ളത്? ആ ഇളക്കം തട്ടി നിൽക്കുന്ന വെള്ളം പോലെ എപ്പോഴാണ് നിങ്ങൾ സ്വയം ഒന്ന് ശാന്തമായത്? ആ ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിരിക്കുക എന്ന ശീലം ഉപേക്ഷിച്ചേ തീരൂ. ഇത് നിങ്ങളുടെ സ്വാർത്ഥതയല്ല, മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അനിവാര്യമായ ആവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന വലിയൊരു വേദനയുണ്ട്. ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ശൂന്യതയാണത്. ഞാൻ അവർക്ക് വേണ്ടി എന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു, എന്നിട്ടും എന്നെ അവർ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് എത്ര തവണ നാം കണ്ണീർ വാർത്തിട്ടുണ്ടാകാം. ഈ കരച്ചിലിന് കാരണം മറ്റുള്ളവരല്ല, മറിച്ച് നിങ്ങളുടെ അമിതമായ പ്രതീക്ഷകൾ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും അവർക്ക് ലഭ്യമായിരുന്നപ്പോൾ നിങ്ങൾക്ക് വേറെ ജോലികളോ പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് അവർ കരുതിയത്. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെയുണ്ടാകും എന്ന് അവർ ഉറപ്പിച്ചു. നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ തന്നെയാണ് അവരെ അതിന് ശീലിപ്പിച്ചത്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ വലിയൊരു വിഷമം തോന്നാം. കഴിഞ്ഞുപോയ തെറ്റുകളെ ഓർത്ത് കുറ്റബോധം തോന്നാം. പക്ഷെ ഓർക്കുക, കഴിഞ്ഞുപോയ കാലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ വരാൻ പോകുന്ന കാലത്തെ നമുക്ക് മനോഹരമായി മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലെ നായകനാകാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ നായകനാകുക. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നിങ്ങൾ കൈവരിക്കുക.
ബുദ്ധൻ പറഞ്ഞതുപോലെ 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് സ്വന്തം മനസ്സിനെ കീഴടക്കുക എന്നത്. സ്വന്തം മനസ്സിനെ കീഴടക്കിയ മനുഷ്യന് ഈ ലോകത്ത് ഒരു പരാജയവും ഉണ്ടാകില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പുതിയ വെളിച്ചം ഉദിച്ചുയരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് തളർന്ന നിങ്ങളുടെ മനസ്സിന് സ്വന്തം കേന്ദ്രത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സമയമായി എന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ഈ വലിയ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ മനസ്സിൽ ഭയമല്ല, മറിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിരുന്ന ആ പഴയ മനുഷ്യനെ ഇന്നിവിടെ ഈ നിമിഷത്തിൽ ഉപേക്ഷിക്കുക. പകരം സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ, സ്വന്തം സമാധാനത്തിന് 1ാം സ്ഥാനം നൽകുന്ന പുതിയൊരു മനുഷ്യനായി നിങ്ങൾ പുനർജനിക്കുക. നിങ്ങൾ ഈ ലോകത്തോട് എപ്പോഴും കരുണയുള്ളവനായിരിക്കണം. പക്ഷേ ആ കരുണയിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം കൂടി ഉൾപ്പെടണം എന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിനും ആ ശാന്തതയും സമാധാനവും പകർന്നു നൽകാൻ സാധിക്കൂ. ഇനി ഒരു സന്ദേശം വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ പതുക്കെ ഒന്ന് ശ്വാസമെടുക്കുക. എന്നിട്ട് സ്വന്തം മനസ്സിനോട് ഞാനിപ്പോൾ ഇതിന് തയ്യാറാണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ സ്നേഹപൂർവ്വം മാറി നിൽക്കുക. ഈ ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന സമാധാനം വളരെ വലുതായിരിക്കും. ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും സ്വന്തം കൈകളിലേക്ക് തിരികെ എടുക്കുക. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ അർഹനാണ്. ഈ വലിയ സത്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പുതിയൊരു ധൈര്യത്തോടെ ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങുക. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിനിത് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ താഴെ പങ്കുവയ്ക്കാനും മറക്കരുത്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സ്വയം തിരിച്ചറിയാൻ ഒരിക്കലും വൈകിയിട്ടില്ല. സമാധാനവും സന്തോഷവും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ.